ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്കാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സ് ഉപയോഗിച്ചിട്ടാണ്. ഓട്സും അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസുമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് 1 കപ്പ് അളവിന് ഡ്രൈ റോസ്റ്റ് ചെയ്ത ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ബോട്ടിലിനകത്ത് വെച്ചിരുന്നതാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇൻസ്റ്റൻറ്റ് ഓട്സോ റോൾഡ് ഓട്സോ ഏതാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഓട്സ് പൊടിച്ചതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴമാണ്. അപ്പം പഴം ചേർക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചെറുപഴമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ 2 ചെറുപഴം വരെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിനി ഒരു കോഴിമുട്ട പൊട്ടിച്ച് മിക്സി ജാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് മെൽറ്റ് ചെയ്ത ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിന് സിനമൺ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നമുക്ക് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതോ ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിന് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ സാധാരണ പഞ്ചസാരയാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പാൻ കേക്ക് കഴിക്കുന്ന സമയത്ത് ഹണിയോ മേപ്പിൾ സിറപ്പോ ജാമോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു മധുരം ഉള്ളത് കൊണ്ടാണ് ഇതൊരു ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ പാൻ കേക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു മധുരമുള്ള പാൻ കേക്ക് ആയിരിക്കും താല്പര്യം. അതുകൊണ്ട് മാത്രമാണ് 1 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കാം. പാലപ്പം നമുക്ക് ആവശ്യമനുസരിച്ച് 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാൻ കേക്ക് മിക്സിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു ഇഡലി മാവിൻ്റെ പരുവം ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി തിക്കായിട്ട് വരും. അപ്പം നമ്മൾ അല്പം കൂടി പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റവിലൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിലാണെങ്കിലും ചേർക്കാം. അത് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓട്സ് പാൻ കേക്ക് മിക്സിൽ നിന്ന് ഒരു തവി എടുത്ത് നമുക്ക് ഈ ഒരു പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ കേക്ക് ഒരു സൈഡ് കുക്കാകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഓട്സ് പാൻ കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഏറ്റവും ചെറിയ ബർണർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ താഴ്ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയ ഓട്സ് പാൻ കേക്ക് ചെറിയ റൗണ്ടിലുള്ള പാൻ കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മളതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി വലിയൊരു റൗണ്ടിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി പാല് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം പാൻ കേക്ക് തയ്യാറാക്കിയാൽ മതി. നമ്മൾ തയ്യാറാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പാൻ കേക്ക് കുറച്ച് ബനാനയൊക്കെ സ്ലൈസ് ചെയ്ത് ഞാൻ അതിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കുന്നതിന് മുമ്പായിട്ട് തേനോ മേപ്പിൾ സിറപ്പോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ജാമാണ്, മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്ത് ഒന്ന് മെൽറ്റാക്കിയ ശേഷമാണ് നമ്മളിതിൻ്റെ മീതെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്താലും ഇതിങ്ങനെ മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഓട്സ് പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ബനാന സ്ലൈസ് ചെയ്തതും അതുപോലെ മിക്സഡ് ഫ്രൂട്ട് ജാം ഒന്ന് മെൽറ്റ് ചെയ്തൊക്കെ ഞാൻ അതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു പാൻ കേക്കാണ്. അപ്പോൾ വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പാൻ കേക്ക് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്